നമസ്കാരം. നമ്മൾ കല്ലുവാതുക്കൽ യു പി സ്കൂളിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഇവിടെ ഏറ്റവും ഒരു അടിയന്തര ഒരു സിറ്റുവേഷൻ, അതായത് അധികാരികളും മറ്റുള്ളവരും ഒക്കെ ശ്രദ്ധയിൽ പെടുത്തേണ്ട ഒരു കാര്യം ട്രാൻസ്ഫോമർ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ സുരക്ഷാ കവചങ്ങളില്ലാതെ അത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരിക്കുന്ന ചേട്ടൻ്റെ കടയുടെ അടുത്തും നമ്മുടെ ആ സ്കൂളിനോട് ചേർന്ന് ഒക്കെയാണ്. അത്തരത്തിൽ സുരക്ഷാ കവചങ്ങളൊന്നുമില്ലാതെയാണ് ആ ട്രാൻസ്ഫോമർ അവർ സ്ഥാപിച്ചിരിക്കുന്നത്. NHൻ്റെ വികസന ഭാഗമായിട്ട് അത് ഇങ്ങോട്ട് മാറ്റിയെങ്കിലും അതിന് വേണ്ടത്ര ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാതെ മറ്റുള്ളവർക്ക്, അതായത് കാൽനട യാത്രക്കാർക്കും സ്കൂൾ കുഞ്ഞുങ്ങൾക്കും വാഹനം ഓടിക്കുന്നവർക്കൊക്കെ ഒരു ഭീഷണിയായിട്ട് അതിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? എൻ്റെ പേര് സുനിൽകുമാർ. ഞാനിപ്പോൾ ഒരു 6 മാസം കൊണ്ട് ഇവിടെ കച്ചവടം നടത്തുന്നു. ഇത് ഈ സർവീസ് റോഡ് വരുന്നതിന് മുമ്പ് ഹൈവേയുടെ സൈഡിലിരുന്ന ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഈ ഹൈവേയുടെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ച ആയി ഇത് ഇങ്ങോട്ട് മാറ്റിയിട്ട്. അപ്പോൾ ഇങ്ങോട്ട് മാറ്റിയിട്ട് അതിൻ്റെ പണി പൂർത്തിയായില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഈ ഫീസും കാര്യങ്ങളും എല്ലാം താഴെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സ്കൂൾ പിള്ളേരും ബാക്കിയുള്ളവരും എല്ലാം കാൽനട യാത്രക്കാർ ഒരുപാടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ജനങ്ങൾക്കൊരു സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിന് ഇലക്ട്രിസിറ്റിയുടെ ഭാഗത്തു നിന്ന് മേലെ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. കാര്യം ഇതിപ്പോൾ 2 ആഴ്ചയായുള്ളൂ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട്. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കിയുള്ളതെല്ലാം ഇതിനകത്ത് ഫിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം നമ്മളിതിപ്പോൾ കണ്ടില്ലേ, ഈ രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ 2 സ്കൂൾ അടുത്തുണ്ട്. ഈ ദേശീയപാതയുടെ പണി കഴിഞ്ഞാൽ ഇത് സർവീസ് റോഡാണ്. അപ്പോഴത്തേക്കും ആളുകൾ ഒരുപാട് പേര്, ഇത് നടപ്പാതയാണ്. അപ്പോൾ ഈ നടപ്പാതയാകുമ്പോഴത്തേക്കും നല്ല തിരക്കാവും. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ അത് സേഫ്റ്റി ആക്കിയില്ലെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇത് സ്ഥാപിച്ചിരിക്കുന്നത് പോലും നടപ്പാതയെ ഓരത്ത് തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ മറികടന്ന് പോകാനായിട്ടുള്ളൊരു സ്ഥലവും സംവിധാനവും ഒന്നുമില്ലാത്ത രീതിയിലാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത് പോലും. അപ്പോൾ അത്തരത്തിൽ സുരക്ഷയില്ലാതെ വരുമ്പോൾ ഇപ്പം മഴക്കെടുതി അങ്ങനെയൊക്കെയുള്ള കാര്യം ഇനിയിപ്പോൾ ജൂൺ ആകുമ്പോഴത്തേക്ക് മഴ വരും, സ്കൂളിലൊക്കെ തിരക്കുകൾ വരും, മറ്റുള്ള തിരക്കുകളൊക്കെ ആവും. റോഡിൻ്റെ പണി ഏകദേശം ഒക്കെ തീരാറാകും. അപ്പോഴത്തേക്ക് അത്തരത്തിലൊരു സാഹചര്യം വരുമ്പോഴത്തേക്ക് വലിയൊരു ദുരന്തത്തിലേക്ക് തന്നെ പോകത്തില്ലേ ഇത്? അല്ല, ഇത് കൃത്യമായിട്ടും ഇത് ഒരു ശാശ്വത പരിഹാരമല്ല ഈ ട്രാൻസ്ഫോമർ ഇവിടെ ഇരിക്കുന്നത്. കാര്യം എന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ സർവീസ് റോഡ് വരുമ്പോഴത്തേക്കെന്ന് പറയുമ്പോൾ ഇത് നടപ്പാതെ ജനങ്ങൾക്ക് നടക്കാനുള്ള വഴിയാണ്. ആ വഴിയിലാണ് ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ഭാവിയിൽ ഇത് സ്ഥിരമായിട്ട് നിലനിർത്തി കഴിഞ്ഞാൽ ജനങ്ങൾക്കും എല്ലാവർക്കും ബുദ്ധിമുട്ട് ഭാവിയിൽ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാകും. അത് ഇലക്ട്രിസിറ്റിയുടെ ഭാഗത്തു നിന്ന് അതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി ആളുകൾക്കും സ്കൂൾ കുട്ടികൾക്കും ഒക്കെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മാറ്റിവെക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്റ്റി. അത് പിള്ളേർക്കത് ദോഷം ചെയ്യുമോ? അത് ഒരു എഴിയടിക്കുകയോ അല്ലെങ്കിൽ അത് ബാക്കിലോട്ട് മാറ്റി വയ്ക്കാനുള്ള ഒരു സംവിധാനം അവർക്ക് കൊടുക്കണം. കുഞ്ഞുങ്ങൾ റോഡേ ഇങ്ങനെ വരാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ അവർ ഓടി വന്ന് കൈകൊണ്ട് തൊട്ടുപോയാൽ അവരെ ബുദ്ധിമുട്ടുണ്ടാകും. അത് നമുക്ക് വിഷമമുണ്ടാകും. കുഞ്ഞുങ്ങളാണ് ഇവിടെ, ഈ സ്കൂളാണ് അപ്പുറം ഇപ്പുറം ഇല്ല. തന്നെയല്ല, സൈഡ് ദൂരം വണ്ടികൾ കൊണ്ടിടുമ്പോഴും ഇപ്പം നമ്മൾ ചിലപ്പം വിചാരിക്കും കറണ്ടില്ലാത്ത സാധനമായിരിക്കും, കുഞ്ഞുങ്ങൾ ഓടി വന്ന് അത് കൈകൊണ്ട് തൊടും. അതവർ അതിൻ്റെ സുരക്ഷ അവർ ചെയ്യണം. അറിവിൻ്റെ വെളിച്ചം പകരേണ്ട അക്ഷരമുത്തശ്ശി ഉൾപ്പെടെ നമ്മുടെ സമീപ പ്രദേശത്തുള്ളപ്പോൾ അതിന് വലിയൊരു ഭീഷണിയായി നിൽക്കുന്ന ഈ ട്രാൻസ്ഫോമർ യാതൊരു സുരക്ഷാ കവചവുമില്ലാതെ ഇനിയിപ്പോൾ കാലവർഷവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് നാട്ടുകാർക്കും കുഞ്ഞുങ്ങൾക്കും വാഹനയാത്രക്കാർക്കുമെല്ലാം വലിയൊരു ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. NHൻ്റെ വികസനം മൂലം മാറ്റി സ്ഥാപിച്ചിരിക്കുന്ന ഈ ട്രാൻസ്ഫോമർ യാതൊരു സുരക്ഷയും ഇല്ലാതിരുന്നാൽ ജനങ്ങൾക്ക് ഭാവിയിൽ അതൊരു വലിയ ദോഷമായി മാറുകയില്ലേ? ഇത്തരം അവസരങ്ങളിൽ അധികാരികൾ കണ്ണടയ്ക്കുമ്പോൾ നാടിൻ്റെ സന്തോഷമായി മാറേണ്ട പല വികസനങ്ങളും അത് കണ്ണീരിലേക്ക് ആഴ്ത്തപ്പെടുകയില്ലേ? ഇതിനൊക്കെ നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത്? ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെടുമോ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ചേർന്നിട്ട് ഇതിനെക്കുറിച്ച് അവിടെ അറിയിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? അല്ല, ഈ കടയുടെ ബിൽഡിംഗ് ഓണർ വിളിച്ചായിരുന്നു. ഇലക്ട്രിസിറ്റിയിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പഴയ ടെക്നോളജിയൊന്നുമല്ല, ഇത് ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു രീതിയിലല്ല ഇപ്പോൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിലാണ് ബിൽഡിംഗ് ഓണറുമായിട്ട് സംസാരിച്ചത്. പക്ഷേ ഇത് അവർ വച്ചപ്പോഴത്തേക്ക് പുതിയ ടെക്നോളജി ഒന്നുമില്ല, എല്ലാം പഴയ ടെക്നോളജിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ വേറെ നേരത്തെ ഇരുന്നതിൽ കവിഞ്ഞ് വേറെ ഒരു മാറ്റവും അതിൽ വന്നിട്ടില്ല. ഇതിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. കാര്യം എന്ന് പറയുമ്പോൾ ഒരു വാഹനാപകടമോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലെന്ന് പറയുമ്പോൾ ഇത് 110 kV ആണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവാതിരിക്കുന്നതിനേക്കാൾ അപകടം വരുന്നതിന് മുമ്പ്
മാറ്റുന്നതാണ് നല്ലത്. നാടിൻ്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമായിരിക്കുന്ന നമ്മുടെ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ കറണ്ട് നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ്. നാടിന് മുഴുവൻ വെളിച്ചം പകരേണ്ട ഒന്നായി മാറേണ്ടത്, പക്ഷേ നാടിന് ഭീഷണിയും അതുപോലെ തന്നെ ദുരിതത്തിലേക്ക് നയിക്കുന്ന ഒന്നായി മാറുന്ന കാഴ്ചയാണ്. ഇതിന് ഇനിയും എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ അപകടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും.